കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ആ ഒരു നിമിഷമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രേവതിയും സച്ചിയും പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു സീനുകളിലൂടെയാണ് വ്യക്തമാകുന്നത്. അപ്പം ഇത്രയും ദിവസം വഴക്കൊക്കെ ഇട്ട് നടന്ന ആൾക്കാർ രേവതി ഒന്ന് വെള്ളത്തിൽ വീണതും നമ്മുടെ സച്ചി സ്വന്തം ജീവൻ പോലും വകവെക്കാതെ അവളെ രക്ഷപ്പെടുത്തുക, അങ്ങനെ കരയ്ക്ക് എത്തിയതും രേവതിയുടെ വയറ്റിലൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം ചെന്നിട്ടുള്ളത് കൊണ്ട് അവിടെ നിന്ന പ്രായമുള്ള ആൾക്കാരും അതുപോലെ സച്ചിയുടെ കൂട്ടുകാരും ഒക്കെ പറയുന്നുണ്ട്, സച്ചി നീ നന്നായിട്ട് അവളുടെ വയറ് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ അവൾ കുടിച്ച വെള്ളമൊക്കെ ഛർദ്ദിക്കുള്ളൂ എന്നുള്ള കാര്യം. അങ്ങനെ അവർ പറഞ്ഞതുപോലെ തന്നെ സച്ചി ചെയ്തതും രേവതിക്ക് ബോധം വരികയാണ്. ബോധം വന്ന പാടെ തന്നെ വെള്ളത്തിൽ വീണ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവൾ പാനിക്കാകുകയാണ്. പെട്ടെന്ന് നമ്മുടെ സച്ചി അങ്ങ് കെട്ടിപ്പിടിച്ചപ്പം ഒരു നിമിഷം നമ്മുടെ സച്ചി ഒന്ന് ടെൻഷൻ ആയെങ്കിലും അവനാണെങ്കിലും മനസ്സിലായി പുള്ളിക്കാരൻ നല്ല രീതിയിൽ പേടിച്ചിട്ടാണ് തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നതെന്ന്. അവളെ ആശ്വസിപ്പിച്ചു. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ അച്ചമ്മയും സംഘവും ഒക്കെ ഈ വിവരമൊക്കെ അറിഞ്ഞ് അങ്ങോട്ട് ഓടി വരിക. അപ്പം ആ സമയം നമ്മുടെ ശ്രുതിയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയാണെങ്കിലോ രേവതിയെ പതിയെ എഴുന്നേൽപ്പിച്ച്, വാ മോളെ തലയൊക്കെ തോർത്തി തരാം, കുളത്തിൽ വീണതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇനി മോൾക്ക് പനി വല്ലതും വന്നാലോ എന്ന് വിചാരിച്ച് ആ അമ്മ നമ്മുടെ രേവതിയുടെ തലയൊക്കെ തോർത്തി കൊടുക്കുക. അപ്പം മുത്തശ്ശിയാണെങ്കിലോ എൻ്റെ മോൾക്ക് എന്താ പറ്റിയത്, എന്താ സംഭവിച്ചതെന്നും ചോദിച്ച് അങ്ങോട്ടേക്ക് ഓടി വരുമ്പോഴത്തേക്കിനും അതെ മോള് കുളത്തിൽ വീണതാണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, സച്ചി തക്ക സമയത്ത് എത്തി രക്ഷിച്ചത് കൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള കാര്യം ശ്രുതിയുടെ അമ്മ പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശിയാണെങ്കിലോ മോളെ നീ എന്താ നോക്കിയും കണ്ടുമൊക്കെ നടക്കണ്ടേ അമ്മേ, അതെൻ്റെ കൊച്ചുമകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ മോൾ അങ്ങനെ ചെയ്തത്, അവനെ രക്ഷിക്കാൻ പോയപ്പം അറിയാതെ കാല് വഴുതി വെള്ളത്തിൽ വീണതാണ് എന്നുള്ള കാര്യം ശ്രുതിയുടെ അമ്മ പറഞ്ഞതും നിങ്ങൾ ആരാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലല്ലോ മുത്തശ്ശി, ഞാൻ പറഞ്ഞില്ലേ ബസ്സിൽ വെച്ച് ആദിയെയും അവൻ്റെ അമ്മുമ്മയും കണ്ട കാര്യം, ഇത് ആദിയുടെ മുത്തശ്ശിയാണ്, ദേ ആദി അതാണെന്നും പറഞ്ഞ് ആദിയെ കാണിക്കുമ്പം മുത്തശ്ശി വഴക്ക് പറയല്ലേ, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചേച്ചി വെള്ളത്തിൽ വീണത് എന്നുള്ള കാര്യം പറയുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിലോ പോട്ടെ എന്തായാലും ആ തോർത്തിങ്ങതാ, ഞാൻ എൻ്റെ മോളുടെ തലയൊക്കെ തോർത്തി കൊടുക്കാം, എൻ്റെ കൊച്ചിന് പനി പിടിച്ചാലോ എന്നും പറഞ്ഞ് മുത്തശ്ശി അവളുടെ തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ്. പിന്നീട് സച്ചിയെ വഴക്കും പറയുന്നുണ്ട്. സച്ചിയാണെങ്കിൽ എടാ ഇത്രയൊക്കെ സംഭവിച്ചു, എന്നിട്ട് നീ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, എന്തേലും ഒരു ആശുപത്രി കൊണ്ടുപോകണ്ടേ എന്ന് ചോദിക്കുമ്പം എൻ്റെ പൊന്നു മുത്തശ്ശി വന്ന് ഓടി വന്ന് അവളുടെ തലയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട്, ഞാനിവിടെ നനഞ്ഞ് കോഴിക്കുഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുന്നത് മുത്തശ്ശി കാണുന്നുണ്ടോ എന്ന് സച്ചി ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എൻ്റെ മോന് നനഞ്ഞ് തന്നെയാണല്ലോ ഇരിക്കുന്നത്, പോട്ടടാന്നും പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിലോ അവൻ്റെ തലയൊക്കെ തോർത്തി കൊടുത്തു. അതിനുശേഷം രണ്ടുപേരെയും കൂട്ടി മുത്തശ്ശി വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്താണെങ്കിലോ പാറു അമ്മ പറയുന്നുണ്ട്, അതെ സച്ചിയും രേവതിയും തമ്മിൽ ഇത്രയും നാളായിട്ടും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയിട്ടില്ലല്ലോ, അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിലുണ്ട്, ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും ഈ കൊച്ചിനിങ്ങനെ തുടരെ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമുക്കൊരു കാര്യം ചെയ്താലോ, വൈകുന്നേരം ഇവരെയും കൂട്ടി ക്ഷേത്രത്തിൽ പോയി അവിടെ പോയി ഒന്ന് പ്രശ്നം വെച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ അതാണ് ശരി, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് പാറു അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് അങ്ങനെ അവർ വൈകുന്നേരം ക്ഷേത്രത്തിലെത്തിയത് നമ്മുടെ സച്ചിയാണെങ്കിലോ എൻ്റെ പൊന്നമ്മേ ഒന്നും പറയണ്ട, ഞാൻ ഇപ്പം തന്നെ ഉള്ള അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങി സന്യാസിയാകുമെന്നാണ് തോന്നുന്നത്. ഒരു കാര്യം ചെയ്ത് രേവതി ഇത്തിരി കുറിയൊന്ന് തൊട്ട് തന്നെ, ഞാനിപ്പോൾ ഒരു സന്യാസിയായി കാണിച്ചു തരാമെന്ന് പറയുമ്പം അച്ഛമ്മ അവനെ ശകാരിക്കുകയാണ്. അതെ മോനെ, നിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അതെന്ത് ചോദ്യാ മുത്തശ്ശി, അതൊരു വലിയ സംഭവമായിരുന്നല്ലോ, ഇവൾ എൻ്റെ തലയിലായ കാര്യം ഞാൻ എങ്ങനെ മറക്കാനാണെന്നും പറഞ്ഞ് സച്ചി പറഞ്ഞതും രേവതി ആണെങ്കിൽ രൂക്ഷമായിട്ടൊന്ന് നോക്കുക. അതിനുശേഷം നമ്മുടെ മുത്തശ്ശിയും അതുപോലെ പാറു അമ്മയും കൂടി ജോത്സ്യൻ്റെ അടുത്ത് ചെന്നിരിക്കുക. അപ്പം ഈ സമയമാണെങ്കിലോ സച്ചിയും രേവതിയും ആ ക്ഷേത്രത്തിന് ചുറ്റും നടന്ന് തൊഴുകയാണ്. അപ്പം രേവതിയോട് സച്ചി ചോദിക്കുന്നുണ്ട്, വെള്ളത്തിലൊന്നും നീന്തി പരിചയമില്ല അല്ലേ? എനിക്ക് വെള്ളത്തിലൊന്നും നീന്തി പരിചയമൊന്നുമില്ല, ഞാൻ ശരിക്ക് പേടിച്ചു പോയി, ഞാൻ വിചാരിച്ചിരുന്നതേ വെള്ളത്തിൽ വീണപ്പോൾ തന്നെ ഞാൻ മരിച്ചു പോകുമെന്നാ, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചാടാൻ പേടിയില്ലായിരുന്നോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ ആയിരുന്നോ എന്നുള്ള കാര്യമൊക്കെ രേവതി ചോദിച്ചതും സച്ചിയാണെങ്കിലോ അതെ ഞാൻ കടൽ വരെ നീന്തി കടക്കുന്നവനാണ്, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, പിന്നെ അത് പുളു എന്നും പറഞ്ഞ ഇവളിങ്ങനെ പറഞ്ഞതും സച്ചി പറയുന്നുണ്ട്, എന്നെ എൻ്റെ അച്ഛനാണ് നീന്താൻ പഠിപ്പിച്ചത്, പിന്നെ വേണേ ഞാൻ നിന്നെ നീന്താൻ പഠിപ്പിക്കാം, പ്രത്യേകിച്ച് ദക്ഷിണയൊന്നും തരണ്ട എന്ന്
പറഞ്ഞതും എൻ്റെ പൊന്നോ എനിക്ക് നീന്തലും പഠിക്കണ്ട, ഇനി ഒരു ബക്കറ്റ് വെള്ളം കണ്ടാൽ പോലും എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് രേവതിയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മുത്തശ്ശി ജോത്സ്യൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ സംസാരിക്കുക. അതെ, എൻ്റെ മക്കളുടെ കല്യാണം അവരിഷ്ടമില്ലാതെ തന്നെ നടന്നതാണ്. അതുകൊണ്ട് നാളും പൊരുത്തം ഒന്നും നോക്കിയിട്ടില്ല, അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലതുപോലെ നോക്കി ഒന്ന് പറയാവോ എന്ന് ചോദിച്ച് സച്ചിയുടെയും രേവതിയുടെയും നാളൊക്കെ വെച്ച് അച്ചമ്മ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോഴത്തേക്കിനും ജോത്സ്യനാണെങ്കിലോ ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇന്ന് രാത്രി തന്നെ ഞാനൊരു ശാന്തി മുഹൂർത്തത്തിനുള്ള സമയം കുറിച്ച് തരാം. അതുകൊണ്ട് ആ സമയം നോക്കി തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ ഇവരൊന്നായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല, ഒരു ശക്തിക്കും ഇവരെ വേർപെടുത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ജോത്സ്യൻ ഒരു മുഹൂർത്തം അങ്ങ് കുറിച്ച് കൊടുക്കുകയാണ്. ഇത് കയ്യിൽ കിട്ടിയതും നമ്മുടെ അച്ചമ്മയാണെങ്കിലോ ഇനി എങ്ങനെയാണ് ഇവനെ കൊണ്ട് ഇതിനൊന്ന് സമ്മതിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് പാറുമായിട്ട് ഡിസ്കസ് ചെയ്ത് വരികയാണ്. രണ്ടുപേരും കൂടി അവിടെ വന്നത് നമ്മുടെ സച്ചിയും രേവതിയും ചോദിക്കുന്നുണ്ട്, എന്താണ് മുത്തശ്ശി ഇനി ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോവേണ്ടി വരുമോ? അമ്പലത്തിൽ പോകാനാണെങ്കിൽ ഞാനിനി ഇവിടെ നിൽക്കുമൊന്നുമില്ല, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവും. ഒരു കാര്യം ചെയ്യാം, രേവതി ഇവിടെ നിർത്താം, മുത്തശ്ശിയുടെ കൂടെ തന്നെ രേവതി നിന്നോട്ടെ എന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ, സച്ചി നീ പോവല്ലേ, അച്ചമ്മയ്ക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്, നീ ഇങ്ങ് വന്നേന്നും പറഞ്ഞ് അച്ചമ്മ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ സച്ചിയെ പിടിച്ച് അടുത്തിരുത്തി. സച്ചിയാണെങ്കിൽ എൻ്റെ അച്ചമ്മ എന്താ കാര്യം, എന്താ ജോത്സ്യം പറഞ്ഞത്? മോനെ എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്, നിങ്ങൾ തമ്മിൽ ഭാര്യയും ഭർത്താവുമായിട്ടല്ലല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശാന്തി മുഹൂർത്തം നടത്താനായിട്ടുള്ള മുഹൂർത്തം അയാൾ കുറിച്ച് തന്നിട്ടുണ്ട്, നമുക്കത് നടത്തിയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇത് കേട്ടതും സച്ചി അച്ചമ്മ ഇങ്ങനത്തെ ഉടായ്പ പണിയൊക്കെ കാണിക്കുമെന്ന് അറിയാവുന്ന കൊണ്ട് തന്നെയാണ് ഞാൻ നാട്ടിൽ തന്നെ നിന്നത്, ഇനി ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഇപ്പം ദാ കണ്ടില്ലേ, അച്ഛനും അച്ചമ്മയും കൂടെ പ്ലാൻ ചെയ്തല്ലേ എന്നെ ഇങ്ങനെയൊക്കെ ആക്കാൻ നോക്കുന്നതെന്നും പറഞ്ഞ് സച്ചി അങ്ങ് കയറ് പൊട്ടിക്കുമ്പം, എടാ നീ അങ്ങനെ അങ്ങ് പറഞ്ഞു പോവല്ലേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. രേവതി അവൾ നിന്നെ വിശ്വസിച്ച് മാത്രമല്ല ആ മണ്ഡപത്തിൽ ഇരുന്നത്, അതുകൊണ്ട് നീ അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം. എല്ലാ പെണ്ണുങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയല്ലേ. അതുകൊണ്ട് ദയവ് ചെയ്ത് അച്ചമ്മയുടെ മോൻ അച്ചമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെന്നും പറഞ്ഞ് നമ്മുടെ അച്ചമ്മ തലങ്ങും വിലങ്ങും പറഞ്ഞു. ഒരു രക്ഷയില്ല. സച്ചി അമ്പിനും വില്ലിനും അടുക്കാതെ അവിടെ അങ്ങനെ നിൽക്കുമ്പം, എന്നാ നീ പോയിക്കോടാ, നീ ഇപ്പം തന്നെ നാട്ടിലേക്ക് പോയിക്കോ, ഞാനല്ലേ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, ഇനി ഞാൻ മരിച്ചു പോയാൽ കൂടി നീ ഇങ്ങോട്ടേക്ക് തിരികെ വരണ്ടെന്നും പറഞ്ഞ് അച്ചമ്മ ഒരു ഡയലോഗ് അങ്ങ് ഇറക്കി. ആ ഒരു ഡയലോഗിൽ നമ്മുടെ സച്ചി അങ്ങ് വീണു. നിനക്കറിയാലോ, നിന്റെ അച്ഛൻ രേവതിയുടെ ജീവിതം നശിച്ചു പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് അവളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. ഞാൻ വളർത്തിയ ഒരു മോനാണ് നീ ഇങ്ങനെയൊക്കെ ആയി പോയല്ലോടാന്നും പറഞ്ഞ് അച്ചമ്മ തലക്ക് കൈ കൊടുത്ത് കരച്ചിൽ തുടങ്ങി. അപ്പോൾ സച്ചിയാണെങ്കിൽ എൻ്റെ അച്ചമ്മ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാന്നും പറഞ്ഞ് അച്ചമ്മയുടെ അടുത്ത് വന്ന് മുട്ടുമടക്കി. അങ്ങനെയാണെങ്കിൽ അച്ചമ്മ പറഞ്ഞതുപോലെ ശാന്തി മുഹൂർത്തത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ, എന്നാന്ന് വെച്ചാൽ ചെയ്തോന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പം അവൻ അങ്ങനെ സമ്മതിച്ചല്ലോ, ഇനി മോള് തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് അച്ചമ്മ നമ്മുടെ രേവതിയെ പിടിച്ച് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. പിന്നീട് അവർ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണ്. അപ്പം ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ ശ്രുതിയുടെ അമ്മയും അതുപോലെ ആദിക്കുട്ടനും കൂടി വരിക. അവർ വന്ന പാടെ തന്നെ അവിടെ ബ്യൂട്ടി പാർലർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ചേച്ചിമാരൊക്കെ ഫേഷ്യൽ ചെയ്ത് അതേ സെറ്റപ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ആദി പറയുന്നുണ്ട്, ഇതെന്താ അമ്മ, ഇത് പ്രേതമാണോ? എൻ്റെ അമ്മയെ എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു. ആൻറ്റി ഈ പ്രേതങ്ങളെയൊക്കെ ഇത് എന്ത് ചെയ്യാൻ പോവാന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിലോ, ആദിക്കുട്ട നീ ഒന്ന് അടങ്ങിയിരുന്നേ, ഇത് പ്രേതമൊന്നും അല്ല, ഇതേ ഇവർ ഫേഷ്യൽ ചെയ്യാൻ വന്നതാണ്, അവരുടെ മുഖത്തൊരു മാസ്ക് ഇട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പം, അല്ല മോളെ നീ എന്തിനാ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്? അത് ഉണ്ട്, എൻ്റെ വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് അവളുടെ അമ്മയുടെ കയ്യിലേക്ക് ശ്രുതി ക്ഷണക്കത്തെടുത്ത് കൊടുത്തതും അമ്മയ്ക്ക് വലിയ സന്തോഷമൊക്കെ ആയി. എന്തായാലും എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടട്ടെ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇത് നിങ്ങൾ കല്യാണത്തിന് വരാൻ വേണ്ടി തന്നതല്ല, എനിക്ക് നല്ലൊരു ജീവിതം കിട്ടി എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഈ ലെറ്റർ തന്നേ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങോട്ടേക്ക് വരരുത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളായിട്ട് വന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അവരോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അമ്മ മരിച്ചുപോയെന്നാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി
ശ്രുതിയുടെ അമ്മയാണെങ്കിലോ ചങ്ക് തകർന്ന അവസ്ഥയിൽ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പുള്ളിക്കാരി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, മകളെ ഞാൻ നിനക്ക് ഒരു ഭാരമാണല്ലേ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി ആണെങ്കിലോ അതെ ഇവിടെ ഓവർ സെന്റിമെന്റ്സിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ പണം അയക്കാനുണ്ടെങ്കിലോ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്തോളാം, ആദിയുടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നും പറഞ്ഞ് അമ്മയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കിനും അമ്മ പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും പ്രായമൊക്കെ ആയി, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആദ്യം പിന്നെ ആരാ നോക്കുന്നത്, നീ വേണ്ട അവനെ നോക്കാനെന്നുള്ള കാര്യം പറഞ്ഞതും അതൊന്നും എനിക്ക് പറ്റുമൊന്നുമില്ല, അവനെ ആരാണെന്ന് വെച്ചാൽ നോക്കിക്കോണം, ഞാൻ അതിൻ്റെ പിന്നാലെ ഒന്നും പോവില്ല എന്നുള്ള കാര്യം ശ്രുതി അവളുടെ അമ്മയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. പിന്നീട് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ ശ്രുതിയുടെ അമ്മയെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ ചെമ്പനീർ പൂവിന്റെ സീരിയൽ അവസാനിക്കുന്നത്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്